ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. നബിയേ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല നബിയേ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചാലും അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഒരു ദിവസം, ഒരു രാത്രി, ആ രാത്രിയിൽ അമൽ ചെയ്താൽ, ആ രാത്രിയിൽ സൽപ്രവർത്തനം ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ 1000 മാസം അമൽ ചെയ്തതിന്റെ പ്രതിഫലം, 83 വർഷം അമൽ ചെയ്തതിന്റെ പ്രതിഫലം ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഞാൻ നൽകാം. 15 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പ്രായപൂർത്തിയായത് മുതൽ 25 വയസ്സ് വരെ ജീവിക്കുകയും ആ 10 പരിശുദ്ധമായ റമളാനിലെ 10 ലൈലത്തുൽ ഖദ്ർ സ്വായത്തമാക്കുകയും ചെയ്താൽ അയാൾക്ക് എത്ര വർഷം ജീവിച്ച അമലാണ് ലഭിക്കാൻ പോകുന്നത്? ഒരു ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 83 വർഷത്തെ അമലാണെങ്കിൽ 10 ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമ്പോഴേക്കും 830 വർഷം ജീവിച്ച പ്രതിഫലം ലഭിക്കുമല്ലോ. പിന്നെ അദ്ദേഹം ജീവിച്ച 10 വർഷം കൂടി 840 വർഷം ജീവിച്ച അമൽ ലഭിക്കണമെങ്കിൽ ഒരു 10 ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ മതിയല്ലോ. എന്നാൽ ഒരു 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾക്ക് 45ഓളം ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ 2000 കണക്കിന് 3000 കണക്കിന് വർഷം ജീവിച്ച അമല് അല്ലാഹു എന്റെ ഉമ്മത്തിന് നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന് സമാധാനമായത്. 1500 വർഷം ജീവിച്ചവരെക്കാളും 2000 വർഷം ജീവിച്ചവരെക്കാളും അമലുകൾ നിങ്ങളുടെ ഉമ്മത്തിനാണ് ലഭിക്കാൻ പോകുന്നത്. അതെങ്ങനെ? ഒരൊറ്റൊരു രാത്രി നിങ്ങൾ അമൽ ചെയ്യണം. 21ലോ 23ലോ 25ലോ 27ലോ 29ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മണൽ വാരാനും വേണ്ടി രാത്രി എസ്കോട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരുണ്ട്, മണൽ വാരുന്ന ചെറുപ്പക്കാരുണ്ട്, രാത്രി ഉറങ്ങാതെ ഒരുപാട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. എന്റെ നൈറ്റ് ഡ്യൂട്ടി എടുത്താൽ അല്പം സാലറി കൂടുമെന്ന പ്രതീക്ഷയോടെ ഉറക്കൊഴിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാർ പരിശുദ്ധമായ റമളാനിൽ ഒരു 5 രാത്രി ഉറക്കമൊഴിക്കണമെന്ന് പറഞ്ഞു. ഉറപ്പാണ്, 5 രാത്രി നിങ്ങൾ ഉറക്കമൊഴിച്ചാൽ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടുമെന്ന് ഉറപ്പാണ്. 1 ലക്ഷത്തിൽ ലോട്ടറി എടുക്കുന്നത് പോലെ, ബമ്പർ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് പോലെ, നറുക്കെടുക്കുന്നത് പോലെ സാധ്യതയല്ല. ഉറപ്പാണ്, 5 രാത്രി പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ. ആ രാത്രിയിൽ നിങ്ങൾ 5 ദിവസം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ, 5 ദിവസം ഒന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്ക് 83 വർഷം അമൽ ചെയ്ത പുണ്യം അല്ലാഹു വെറുതെ തരികയാണ്, വെറുതെ തരികയാണ്. എങ്ങനെയുള്ള 83 വർഷമാണ്? ആ രാത്രിയിൽ ഉറക്കില്ല, പകലിൽ ഭക്ഷണം കഴിക്കുന്നില്ല, നിരന്തരമായി അമൽ ചെയ്ത 83 വർഷത്തെ അമലുകൾ വെറുതെ ലഭിക്കുമ്പോൾ എന്തിനാണ് ചെറുപ്പക്കാരാ, എന്തിനാണ് ചെറുപ്പക്കാരികളെ നമ്മൾ വെറുതെ കളയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന് സന്തോഷം ലഭിച്ചത് ഇങ്ങനെയുള്ള ഒരു ആയത്തിറങ്ങിയപ്പോഴാണ്. ഏതായാലും മറ്റുള്ള സമൂഹത്തിന് നൽകാത്ത 5 ശ്രേഷ്ഠതകൾ എന്റെ സമൂഹത്തിന് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് അല്ലാഹു തആല പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി അത് കഴിഞ്ഞു പോയി, അതിന് ലഭിക്കാനില്ല. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി സമൂഹങ്ങളിലേക്കൊന്ന് നോക്കും. അല്ലാഹുവിന്റെ അടിമകളിലേക്ക് അല്ലാഹു എത്തി നോക്കും. ആരൊക്കെ ആ നോട്ടത്തിൽ ഉൾപ്പെടാൻ ആർക്കൊക്കെ ഭാഗ്യം ലഭിച്ചു? ഫലം യുഅദ്ദിബുഹു അബദാ, പിന്നെ അയാൾക്ക് ശിക്ഷ ലഭിക്കില്ല, അയാൾക്ക് ശിക്ഷയെ ലഭിക്കില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളൊക്കെ പെട്ടിട്ടുണ്ടാവോ? അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ, നീ ഞങ്ങൾ അവരിൽ പെടുത്തണേ റബ്ബേ. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ രാത്രി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നുണ്ട്. ആരൊക്കെയാണ് ആ നോട്ടത്തിൽ ഉൾപ്പെടുന്നത് അവർക്ക് പിന്നെ അയാൾക്ക് പിന്നെ ശിക്ഷ ലഭിക്കുകയില്ല. ഫലം യുഅദ്ദിബുഹു അബദാ, ഖബറിലോ മഹ്ശറയിലോ നരകത്തിലോ അയാൾക്ക് ശിക്ഷയില്ല. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരിശുദ്ധമായ നോമ്പുകാരൻ പരിശുദ്ധമായ റമളാനിലോ സുന്നത്ത് നോമ്പുകളോ അനുഷ്ഠിക്കുന്ന ആളുകൾ വൈകുന്നേരമാകുമ്പോൾ അവരുടെ വായയിൽ ഒരു പകർച്ച വരാറുണ്ടല്ലോ. അത്
അത് പല്ല് തേച്ചുകൊണ്ട് അങ്ങനെയുള്ള വാസനയെ കളയാൻ പാടില്ല. അള്ളാഹുവിന് അതിഷ്ടമാണ്. അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് നാളെ കോടാനക്കോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ വൻസഭയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ ചില ആളുകളുടെ വായയിൽ നല്ല കസ്തൂരിയുടെ സുഗന്ധമാണ്. ഈ ഒരു കസ്തൂരിയുടെ സുഗന്ധം വായയിൽ നിന്നിങ്ങനെ പ്രസരിക്കുമ്പോ ആളുകൾക്ക് മനസ്സിലാകും ഇവര് നോമ്പുകാരാണെന്ന്. എന്നാൽ ഭൂമിയിൽ നോമ്പ് നോറ്റ ഒരാൾക്ക് സിമ്പലില്ലല്ലോ. നമ്മൾക്ക് ആർക്കും വേണമെങ്കിൽ പറയാം ഞാൻ നോമ്പുകാരനാണെന്ന്. ആർക്കും അറിയില്ലല്ലോ. ആരും കാണാതെ ബാത്റൂമിന്റെയോ റൂമിന്റെയോ അടുക്കളയുടെയോ അകത്തലങ്ങളിൽ ചെന്ന് വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അല്ലാഹു അല്ലാതെ മറ്റൊരാൾക്കറിയില്ല. എന്നിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറഞ്ഞു നടക്കാം നമ്മൾക്ക് നോമ്പുകാരാണെന്ന്. പക്ഷേ എന്നിട്ട് വരെ നമ്മൾ വെള്ളം കുടിക്കാറില്ല, എന്നിട്ട് വരെ ഭക്ഷണം കഴിക്കാറില്ല. എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എന്റെ റബ്ബ് ഇതൊക്കെ വീക്ഷിക്കുന്നുണ്ടല്ലോ. എന്റെ പടച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് വെള്ളം കുടിക്കുക? ആ ഒരു വിശ്വസ്തയോടെ, ആ ഒരു ആഗ്രഹത്തോടെ നോമ്പ് മുറിക്കാതെ 30 ദിവസം നോമ്പ് പിടിക്കുന്ന നമ്മൾ അല്ലാഹുവിന്റെ മഹ്ശറയിലേക്ക് പോകുമ്പോ അവിടെ നോമ്പുകാരായ ആളുകൾ അവരുടെ വായയിൽ നിന്ന് കസ്തൂരിയുടെ സുഗന്ധം വരുമ്പോ ആളുകളൊക്കെ നോക്കുമത്രേ ഇവര് നോമ്പുകാരാണ്. അല്ലാഹുവിന്റെ ഭൂമിയിൽ നോമ്പിന്റെ പ്രാധാന്യം നൽകിയവരാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇവരെ ശ്രദ്ധിക്കുമെന്നും ആളുകൾക്കിടയിൽ ഇവര് പ്രത്യേകമായി അറിയപ്പെടുമെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ മഹ്ശറാവൻ സഭയിൽ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഭക്ഷണത്തളികയുടെ മുന്നിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. അവർ വെള്ളം കുടിക്കുന്നുണ്ട്, അവർ പാനീയം രുചിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് മഹ്ശറാവൻ സഭയിൽ സൂര്യന്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുന്ന ഹിസാബിന് ഇരയായ ആളുകൾ പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്, യാ അല്ലാഹ്, അല്ലാഹുവേ ഇതെന്ത് പണിയാണ്? ഇതെന്താണ് അല്ലാഹുവേ നീ ചെയ്യുന്നത്? വനഹ്നു നുഹാസബ്, ഞങ്ങളെല്ലാവരും ഇവിടെ ഹിസാബ് ചെയ്യപ്പെടുകയാണല്ലോ. ഞങ്ങൾ അല്ലാഹുവേ നീ ഹിസാബ് ചെയ്യുകയാണ്. ഒരു കൂട്ടം ആളുകൾ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ചോദ്യമില്ലാതെ അവിടെ ഭക്ഷണം കഴിക്കുകയാണല്ലോ. ഇത് നീതിയല്ലല്ലോ റബ്ബേ. ഞങ്ങൾക്കും ഭക്ഷണം വേണം, ഞങ്ങൾക്ക് പാനീയങ്ങൾ വേണമെന്ന് ചുട്ടുപഴുത്ത ആ ഒരു മഹ്ശറയുടെ മണൽത്തരികളിൽ, മഹ്ശറയുടെ ആ ഭൂമിയിൽ എല്ലാവരും പടച്ച റബ്ബിനോട് വേവലാതിപ്പെടുമ്പോഴാണ് അല്ലാഹു അവരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾക്കറിയുമോ നിങ്ങൾ നോമ്പ് നോക്കാതെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു ശുദ്ധമായ റമളാനിലും റമളാൻ കഴിഞ്ഞുള്ള സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കാതെ നിങ്ങൾ നടന്നപ്പോ ഇവർ വെള്ളം കുടിക്കാതെ, ശക്തമായ ചുട്ടുപൊരിയുന്ന വെയിലത്ത് വരെ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റ് നടന്ന ആളുകളാണ്. നിങ്ങൾ ഇപ്പോൾ ദാഹിക്കുമ്പോൾ അവർ വെള്ളം കുടിക്കുകയാണ്. ഒരു കാലത്ത് നിങ്ങൾ ജ്യൂസുകളും പാനീയങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോ ഇവർ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ സുബഹി മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്നുവെങ്കിൽ നിങ്ങളത് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കിതാ ഹിസാബ് സംഭവിക്കുമ്പോ ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതൊരു കൂട്ടം ആളുകളുടെ വിയർപ്പ്, അരവരെ വെള്ളത്തിന്റെ വിയർപ്പിങ്ങനെ പൊങ്ങി നിൽക്കുന്നവരുണ്ട്. അവരുടെ ചെസ്റ്റ് വരെ, അവരുടെ ചെവി വരെ, അങ്ങനെ ഓരോ ആളുകളുടെ പാപങ്ങൾക്ക് തുല്യമായി അല്ലാഹു അവർക്കുള്ള ശിക്ഷകൾ നൽകുമ്പോ നോമ്പുകാരായ ആളുകൾ അവിടെ നിന്ന് സുഖമായി വെള്ളം കുടിക്കുകയാണ്, സുഖമായി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് മഹ്ശറയിലുള്ള ആളുകൾക്ക് അസൂയയാകുന്നത്. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ, പടച്ച റബ്ബേ ഞങ്ങളുടെ നോമ്പിനെയും ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കണേ അല്ലാഹ്. ഇതൊക്കെ അല്ലാഹു സ്വീകരിക്കണം, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ രണ്ടാമത്തെ പ്രത്യേകത വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം, അത് അല്ലാഹുവിന്റെ അടുത്ത് കസ്തൂരിയുടെ സുഗന്ധമാണ്. മൂന്നാമത്തേത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ ദിവസവും പടച്ച റബ്ബ് സ്വർഗ്ഗത്തിനോട് പറയുന്നുണ്ട്, ഇസ്തഇദ്ദി വതസയ്യനി, സ്വർഗ്ഗമേ നീ ഒന്നൊരുങ്ങണം, വതസയ്യനി, നീ ഒന്ന് നല്ല ഭംഗിയായി അലങ്കാരത്തോടെ ഒന്ന് റീഫ്രഷായി നിൽക്കണം. എന്തിനാണെന്നറിയോ? ഭൂമിയിൽ ഒരുപാട് ആളുകൾ നോമ്പ് പിടിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരുപാട് ആളുകൾ ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ചുകൊണ്ട് പ്രദോഷം വരെ പട്ടിണി കിടക്കുന്നുണ്ട്. അവരിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഡയറക്റ്റ് കടന്നു വരേണ്ടത് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നീ ഒന്ന് ഭംഗിയായി ഒരുങ്ങി നിൽക്കണേ എന്ന് അല്ലാഹു സ്വർഗത്തോട് പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണ ചെറുക്കന്മാർക്ക്, വധുവരന്മാർക്ക് മണിയറകൾ ഒരുക്കുന്നത് പോലെ നോമ്പുകാരായ ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗീയ സുഖങ്ങൾ ഒരുക്കി വെക്കുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ ദിവസം അല്ലാഹു എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും, എല്ലാ ആളുകൾക്കും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ ആർക്കാണോ താല്പര്യത്തോടെ നോമ്പ് നോക്കിയത്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നോമ്പ് നോക്കിയത്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കിയത്, അല്ലാഹു പറഞ്ഞതുപോലെ തെറ്റുകൾ ചെയ്യാതെ തെറ്റുകളിൽ നിന്ന് മുക്തരായി നന്മ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് നോക്കിയ ആളുകൾ, അവർക്കൊക്കെ അല്ലാഹു അവസാനത്തെ ദിവസം പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് സ്വഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, അഹിയ ലൈലത്തുൽ ഖദർ, അന്നാണോ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയായതുകൊണ്ടാണോ അവർക്കെല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ, അന്ന് ലൈലത്തുൽ ഖദറല്ല. പക്ഷേ നിങ്ങൾ കാണാറുണ്ടല്ലോ, ജോലിക്കാരായ ആളുകൾ അവരുടെ ജോലി കഴിഞ്ഞ് വിയർപ്പ് വെക്കുന്നതിന് മുമ്പ് അവർക്ക് സാലറി ലഭിക്കാറില്ലേ? പരിശുദ്ധമായ റമളാൻ മാസത്തിലും അല്ലാത്ത ദിവസങ്ങളിലും കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, പെയിന്റുകാർ, ചോപ്പുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, പ്രവാസികളായി ജോലി ചെയ്യുന്ന ആളുകൾ, ഷോപ്പ് കീപ്പർമാർ, അല്ലെങ്കിൽ പരിശുദ്ധമായ ജോലി കഴിഞ്ഞു ഒരു മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം തുടങ്ങുമ്പോഴേക്കും അവർക്ക് സാലറി ലഭിക്കാറില്ലേ? അതേപോലെ പരിശുദ്ധമായ റമളാനിൽ 30 ദിവസം നന്മ ചെയ്തത് കാരണം അവർക്ക് അവസാനത്തെ ദിവസം എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. അല്ലാഹു അവരിലും നമ്മെ പെടുത്തുമാറാവട്ടെ. ഏതായാലും പരിശുദ്ധമായ റമളാനിൽ ജീവിക്കാൻ നമ്മൾക്ക് അവസരം ലഭിച്ചു. റമളാനിൽ അമലുകൾ ചെയ്യാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഖുർആൻ ഓതണം, ഒരുപാട് സുന്നത്തുകൾ നിസ്കരിക്കണം. ലാ തജഅൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഉൻ, നിന്റെ നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരുപോലെ ആവാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസം അല്ലാത്ത ദിവസങ്ങളിൽ നീ സുന്നത്ത് നിസ്കരിക്കാറില്ലേ എങ്കിൽ പരിശുദ്ധമായ റമളാനിൽ സുന്നത്ത് നിസ്കരിക്കണം. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗീയ ലോകത്തിൽ കൊട്ടാരം പണിതു കൊടുക്കുമെന്ന്. എല്ലാ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കാരം, എല്ലാ ദിവസവും 12 റക്അത്ത് നിസ്കാരം. റമളാനിൽ മാത്രമല്ല, റമളാൻ കഴിഞ്ഞാലും അത് തുടരണം. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗീയ ലോകത്തൊരു കൊട്ടാരം പണിയുമെന്ന് പറഞ്ഞു കൊടുത്തു. സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, സുബ്ഹിക്ക് മുമ്പ് 2 റക്അത്ത്, ളുഹറിന് മുമ്പ് 4 റക്അത്ത്, ളുഹറിന്റെ ശേഷം 2 റക്അത്ത്, അതേപോലെ മഗ്രിബിന്റെ ശേഷം 2 റക്അത്ത്, ഇശാഇന്റെ ശേഷം 2 റക്അത്ത്, അങ്ങനെ 12 റക്അത്ത് എല്ലാ ദിവസവും നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗീയ ലോകത്ത് പ്രത്യേകമായ ഒരു കൊട്ടാരം പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ പൊതുവായി നിസ്കരിച്ചു വരുന്ന ആളുകൾ, പതിവായി നിസ്കരിച്ചു വരുന്ന ആളുകൾ റമളാൻ ആകുമ്പോഴേക്കും ഒരു ചേഞ്ച് വേണം. റമളാൻ ആകുമ്പോഴേക്കും 20 റക്അത്ത് നിസ്കരിക്കാൻ ശ്രമിക്കണം. ഏതൊക്കെയാണത്? സുബ്ഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 4, ശേഷം 4, അസ്റിന്റെ മുമ്പ് 4, മഗ്രിബിന്റെ മുമ്പ് 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ മുമ്പ് 2, ഇശാഇന്റെ ശേഷം 2, അങ്ങനെ 20ഓളം റക്അത്തുകൾ നോമ്പാകുമ്പോഴേക്കും അവന്റെ ഇബാദത്തിൽ ഉണ്ടാവണം. ലാ തജഅൽ യൗമ ഫിത്രിക വയൗമ സൗമിക സവാഉൻ, നിന്റെ നോമ്പുള്ള ദിവസവും പരിശുദ്ധമായ റമളാനും മറ്റുള്ള മാസങ്ങളും ഒരുപോലെ ആവാൻ പാടില്ല. തീരെ നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ, തീരെ സുന്നത്ത് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ റമളാൻ ആകുമ്പോഴേക്കും 12 റക്അത്തെങ്കിലും നമ്മൾ ദഹിപ്പിക്കണം. പരിശുദ്ധമായ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ, പരിശുദ്ധമായ റമളാൻ അല്ലാത്ത മാസങ്ങളിൽ നമ്മളെങ്ങാനും തീരെ ഖുർആൻ ഓതുന്നില്ലെങ്കിൽ റമളാൻ ആകുമ്പോഴേക്കും ഒരു ജുസ് എങ്കിലും ഒരു ദിവസം ഒരു ജുസ് എങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ റമളാൻ ആയാൽ 3, 2, 4 ജുസുകളെങ്കിലും ഓതാൻ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമളാനിനെ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് നമ്മൾ പ്രത്യേകമായി കാണുക തന്നെ വേണം. റമളാനും ഖുർആനും അല്ലാഹുവിന്റെ കോടതിയിൽ ചെന്ന് സാക്ഷി നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ടല്ലോ. ആദ്യ
ആദ്യം പരിശുദ്ധമായ നോമ്പ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, ഇയാൾ എന്നെ ബഹുമാനിച്ച ആളാണ്, അയാൾക്ക് ഞാൻ സുബഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണവും വെള്ളവും പാനീയങ്ങളും തടഞ്ഞു വെച്ചിട്ടുണ്ട്, അയാളെ പട്ടിണി കിടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇയാളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് നോമ്പ് നാളെ അള്ളാഹുവിനോട് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആൻ പടച്ച റബ്ബിന്റെ അടുത്തേക്ക് പോയി യശ്ഫഅൻ, അള്ളാഹുവിനോട് ശഫാഅത്ത് ചോദിക്കുമത്രേ. അള്ളാഹുവേ, പകലിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിന്നത് കാരണം നരകത്തിൽ നിന്ന് ഇയാളെ മോചിപ്പിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് അള്ളാഹുവിനോട് പറയുമത്രേ. അതേപോലെ ഖുർആനും പറയും പടച്ച റബ്ബിനോട്, അള്ളാഹുവേ, രാത്രി ഞാൻ അവനെ ഉറങ്ങാൻ അനുവദിച്ചിട്ടില്ല, ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റെങ്കിലും എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ശഫാഅത്ത് ചെയ്യാൻ, ഇയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ഖുർആനും പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് അള്ളാഹു രണ്ടുപേരോടും പറയുന്നത്, ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ നിങ്ങൾ മോചിപ്പിച്ചോളൂ, കുഴപ്പമില്ല. നരകത്തിലാണെങ്കിൽ അവരുടെ കയ്യും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്കതിന് അവകാശമുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ഖുർആനും പരിശുദ്ധമായ റമളാനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ വഹുവ ശഹറുൽ മുവാസാത്ത്, ഇത് സ്നേഹത്തിന്റെയും ഇണക്കത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മാസമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ കൊളസ്ട്രോൾ കുറക്കാനല്ല, നിങ്ങളുടെ പ്രഷർ കുറക്കാനല്ല, നിങ്ങളുടെ വയറ് കുറക്കാനല്ല, സ്ലിം ബ്യൂട്ടിയായി നിൽക്കാനല്ല അല്ലാഹു പരിശുദ്ധമായ നോമ്പിനെ നിർബന്ധമാക്കിയത്. എന്തിനാണ് നോമ്പിനെ നിർബന്ധമാക്കിയത്? ലഅല്ലകും തത്തഖൂൻ. നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം, നോമ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മുത്തഖീങ്ങളായി മാറണം. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. എന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ? ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹു ചെയ്യാൻ കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്തേ പറ്റൂ. വജ്തിനാബു നവാഹി, അല്ലാഹു ചെയ്യല്ല എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, അരുതാത്തത് നമ്മൾ തുടരാൻ പാടില്ല. ഹറാമ് കാണില്ല എന്ന് പറഞ്ഞാൽ കണ്ണിനെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഹറാമ് കേൾക്കല്ല എന്ന് പറഞ്ഞാൽ ചെവിയെ ഹറാമിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഹറാമ് കഴിക്കല്ല, ഹറാമ് അധ്വാനിക്കല്ല, ഹറാമ് തിന്നല്ല, ഇതൊക്കെ പറഞ്ഞാൽ ഇത് അംഗീകരിക്കാനും ഇത് ചെയ്യാനും നമ്മൾക്ക് കഴിയണം. എങ്കിലേ അല്ലാഹു നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുള്ളൂ, എങ്കിലേ നമ്മൾ മുത്തഖീകളായി മാറുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു നോമ്പ് നിർബന്ധമാക്കി തന്നത് നമ്മൾ മുത്തഖീകളായി മാറാനാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു തവണയാണ് അല്ലാഹു റമളാനിനെ കുറിച്ച് പറഞ്ഞു തന്നത്. പക്ഷേ ആ റമളാനിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അല്ലാഹു നോമ്പ് നോക്കാൻ പറഞ്ഞിട്ടില്ല, അല്ലാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു റമളാനിനെ പരിചയപ്പെടുത്തിയത് തന്നെ ഖുർആനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ശഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞു. പിന്നെ നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പിന്നെ നിസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ശഹ്റു റമളാൻ, റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, അതിലാണ് അല്ലാഹു റമളാനിലാണ് ഖുർആനിനെ ഇറക്കി തന്നത്. അതുകൊണ്ട് റമളാനിനുള്ള ശ്രേഷ്ഠത ഖുർആനിനാണ്. ഖുർആനിന്റെ ശ്രേഷ്ഠത കൊണ്ടാണ് റമളാനിന് ശ്രേഷ്ഠത ലഭിച്ചത്. ലൈലത്തുൽ ഖദ്റിനുള്ള ശ്രേഷ്ഠത ആ രാത്രിയിൽ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് 83 വർഷത്തെ ശ്രേഷ്ഠത ലഭിച്ചത്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഖുർആനാണ് നമ്മുടെ മാനദണ്ഡം, ഖുർആനാണ് നമ്മുടെ മാനിഫെസ്റ്റോ, ഖുർആനാണ് നമ്മുടെ മുഖമുദ്ര. ഈ പരിശുദ്ധമായ റമളാനിൽ മിനിമം ഒരു 3 ഖത്തമെങ്കിലും ഓതി തീർക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഒന്നിനും സാധിക്കില്ലേ?
അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും ഓതി തീർത്തില്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് അല്ലെങ്കിൽ നമ്മൾക്ക് ന്യായീകരിക്കാൻ വല്ല അവസരവുമുണ്ടോ? അല്ലാഹു ഖുർആനിൽ ഇറക്കി തന്നിട്ട്, ഈ റമദാനിൽ ഇറക്കി തന്നിട്ട് പടച്ച റബ്ബിന് വേണ്ടി ഒരു ദിവസം ഒരു ജുസ് ഓതാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ന്യായീകരണം നമ്മൾക്ക് പറയാനുണ്ടോ? 24 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ ഉറങ്ങി തീർച്ചാൽ പിന്നെ ബാക്കിയുള്ള 18ഓളം മണിക്കൂറുകൾ അതിലൊരു അരമണിക്കൂർ പടച്ച റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാൻ നമ്മൾക്ക് സാധിക്കുമോ എന്ന് ഓരോ ആളുകളും ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ഓതുവാനും ഒരുപാട് പാരായണം ചെയ്യുവാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തിനാണ് ഖുർആൻ ഓതുന്നത്? ജനങ്ങൾക്ക് സന്മാർഗമാണ്, നിങ്ങൾക്കൊരു വഴി കാട്ടിയാണ് ഖുർആൻ. സത്യത്തെയും തിന്മയെയും വേർതിരിച്ചു തരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധമായ റമദാനിലാണ്. അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ജുമുഅയുടെ ആദ്യ ഭാഗത്ത് അല്ലാഹു മനോഹരമായ 2 ആയത്തുകൾ പറയുന്നുണ്ട്. സബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم هو الذي بعث في الأمين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. الله പരിശുദ്ധമായ സൂറത്തുൽ ജുമുഅയുടെ ആദ്യത്തെ 2 ആയത്ത് പറയുന്നത്, ഒന്നാമത്തെ ആയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ സൂചിപ്പിക്കുന്ന ആയത്താണ്. യുസബ്ബിഹു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അല്ലാഹുവിനെ വാഴ്ത്തുന്നുണ്ട്, അല്ലാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്. മാ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ള സകലരും, ആകാശങ്ങളിലുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ സൃഷ്ടികളും, എല്ലാ ചരാചരങ്ങളും പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയാണ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ള സകലതും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഈ കാണുന്ന കല്ലുകളും ചെടികളും മരങ്ങളും ഈ സ്റ്റാൻഡും നമ്മൾ ഇരിക്കുന്ന ചെയറും എല്ലാം പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നില്ല, നമ്മളിത് കാണുന്നില്ല, നമ്മളിത് മനസ്സിലാക്കുന്നില്ല. എന്തിനാണ് അല്ലാഹു ഇത് നമ്മൾക്ക് പറഞ്ഞു തന്നത്? നമ്മുടെ ചെയർ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, ഈ ബുദ്ധിയുള്ള ഞാൻ ചൊല്ലുന്നില്ലല്ലോ. ഈ സ്റ്റാൻഡ്, ഈ മൈക്ക്, ഈ കാണുന്ന ഷീറ്റുകൾ, ഇവിടെ കാണുന്ന മരങ്ങൾ, ഇവിടെ കാണുന്ന കല്ലുകൾ, ഇവിടെ കാണുന്ന സകലமான സൃഷ്ടികളും പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുമ്പോ ഈ ബുദ്ധിയുള്ള ഞാൻ ചൊല്ലുന്നില്ലല്ലോ. നിങ്ങൾക്കതിൽ സംശയമുണ്ടോ? ഇതൊക്കെ തസ്ബീഹ് ചൊല്ലുമോ എന്ന്? കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടവരുണ്ട്. കല്ലുകൾ കൈകളിൽ തസ്ബീഹ് ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ കിടന്നുകൊണ്ട് കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന് വേണ്ടി സകല ചരാചരങ്ങളും തസ്ബീഹ് ചൊല്ലുമ്പോ നമ്മൾ ഓർക്കണം, ഈ ഞാൻ മാത്രം തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലേ. ഞാൻ എത്രത്തോളം അധപതിച്ചവനാണ്, ഞാൻ എത്രത്തോളം മോശക്കാരനാണ്, ഞാൻ എത്രത്തോളം തെറ്റുകാരനാണ്. ഇവരൊക്കെ തസ്ബീഹ് ചൊല്ലുമ്പോ അല്ലാഹു ലോകത്തെ ഏറ്റവും ബഹുമാനിച്ച മനുഷ്യനായ ഞാൻ അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നില്ലല്ലോ. അല്ലാഹു വേറെ ഒരു ആയത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അലം തറ, നിങ്ങൾ കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, അല്ലാഹുവിന് ഭൂമിയിലുള്ള സകലതും സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹുവിന് സുജൂദ് ചെയ്യുകയാണ്. ആരൊക്കെ? ഭൂമിയിലുള്ളവർ, ആകാശങ്ങളിലുള്ളവർ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അലം തറ, നബിയെ താങ്കൾ കാണുന്നില്ലേ? ഇത് നബിയോട് മാത്രമുള്ള ചോദ്യമല്ല, ഈ ചോദ്യം ഞങ്ങളോടുമുണ്ട്. ഈ കണ്ണ് അതിനുള്ള പ്രാപ്തരായ കണ്ണായാൽ നമ്മൾക്കതൊക്കെ കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലൗലാ അന്ന ശയാതീന ലയഹൂമൂന അലാ ഖുലൂബി ബനി ആദം, ഒരു മനുഷ്യ സന്തതിയുടെ ഹൃദയങ്ങളിൽ പിശാച് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതിസ് സമാവാത്, ആകാശങ്ങളിൽ നടക്കുന്നത് അവരുടെ കണ്ണുകൊണ്ടവർക്ക് കാണുമായിരുന്നു. ആകാശങ്ങളിൽ നടക്കുന്നവർക്ക് കാണുമെങ്കിൽ ഭൂമിയിലുള്ളത് കാണാതിരിക്കുമോ?
ലൗലാ അന്ന ശയാതീന ലയഹൂമൂന ശരീരത്തിലേക്ക് ഊളിയിറങ്ങുമായിരുന്നില്ല പിശാചുക്കൾ. നമ്മുടെ എവിടെയൊക്കെയാണോ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, എവിടെയൊക്കെയാണോ രക്തയോട്ടം നടക്കുന്നത്, അവിടെയൊക്കെ പിശാച് സഞ്ചരിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ രക്തയോട്ടം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പിശാചും സഞ്ചരിക്കുന്നുണ്ട്. ഈ പിശാചിനെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾക്ക് സാധിച്ചാൽ ആകാശങ്ങളിലുള്ള നിഗൂഢതകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞത്, അലം തറ, പിന്നെ മോനെ നീ കാണുന്നില്ലേ, അന്നല്ലാഹ, അല്ലാഹുവിന് വേണ്ടി യസ്ജുദു ലഹു മൻ ഫിസ് സമാവാത്, ഭൂമിയിലുള്ളവർ സുജൂദ് ചെയ്യുന്നു, ആകാശങ്ങളിലുള്ളവരും സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആകാശത്തുള്ള നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു. അശ്ശംസു വൽ ഖമറു വൻ നുജൂമു, നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ എല്ലാം പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. അതേപോലെ വദ്ദവാബ്, നമ്മുടെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന നാൽക്കാലികളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട്. വശജറു, മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതേപോലെ പക്ഷികളും സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും സുജൂദ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നില്ല. വകസീറും മിനന്നാസ്, മറ്റുള്ളതൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ ചെടികളും, ഒരു ചെടിയും മാറി നിൽക്കുന്നില്ല, ഒരു മൃഗവും മാറി നിൽക്കുന്നില്ല, ഒരു കല്ലോ സൂര്യനോ നക്ഷത്രം ഒന്നും മാറി നിൽക്കുന്നില്ല. എവരിത്തിങ്, അതിലുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ. പക്ഷെ മനുഷ്യൻ മാത്രം എല്ലാവരും ചെയ്യുന്നില്ല. വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും സുജൂദ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കണം, ഇവിടെ അല്ലാഹു കഫീർ എന്നൊരു പദം ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ വന്നാസ്, ജനങ്ങളും സുജൂദ് ചെയ്യുന്നുവെന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ ചോദിക്കുമായിരുന്നില്ലേ, ഞങ്ങൾ സുജൂദ് ചെയ്യാറില്ലല്ലോ, ഖുർആനിൽ പറയുന്നത് നുണയാണല്ലോ എന്ന്. ഖുർആനിൽ പറയുന്നത് നുണയാണല്ലോ, ഞങ്ങൾ സുജൂദ് ചെയ്യാറില്ലല്ലോ എന്ന മുസ്ലിമീങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും പടച്ച റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന് അല്ലാഹു പറയുന്നത്. ഏതായാലും സിനിമ കണ്ട്, ഏതെങ്കിലും സിനിമയോ ഏതെങ്കിലും ഹറാമുകളൊക്കെ കണ്ട് തന്റെ കാറിലൂടെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ആളുകൾ എങ്ങാനും ഏതെങ്കിലും നമ്മുടെ കാറിലുള്ള FM ഒന്ന് ഓൺ ചെയ്യുമ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കാനിടയായി എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നമ്മൾ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേൾക്കാനിടയായി. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. ഭൂമിയിലും ആകാശങ്ങളിലുമുള്ള സകലമായ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു എന്നൊരായത്ത് കേൾക്കുമ്പോ ഉടനെ ഒരു മനുഷ്യൻ ചിന്തിക്കണം, ഞാൻ ചൊല്ലുന്നില്ലല്ലോ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇവയൊക്കെ തസ്ബീഹ് ചൊല്ലുമ്പോ, കല്ലുകൾ തസ്ബീഹ് ചൊല്ലുമ്പോ, ഭൂമിയിലുള്ള എല്ലാം തസ്ബീഹ് ചൊല്ലുമ്പോ ഞാൻ മാത്രം തസ്ബീഹ് ചൊല്ലാതിരിക്കുകയോ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ നമ്മൾക്ക് കഴിയണം. ആരാണ് അല്ലാഹു? അൽ മലിക്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് അധികാരി, അല്ലാഹുവാണ് രാജാവ്. അൽ മലിക്കിൽ ഖുദ്ദൂസ്, അല്ലാഹു പരിശുദ്ധനാണ്, പരിശുദ്ധനായ റബ്ബ്, രാജാധിരാജനായ റബ്ബ്. അൽ അസീസ്, പ്രതാപവാനായ റബ്ബ്. അൽ ഹകീം, തന്റേടമുള്ള ബുദ്ധിയുള്ള റബ്ബ്. അൽ ഹകീം, തന്റേടമുള്ള ബുദ്ധിയുള്ള റബ്ബ്. അതേപോലെ പ്രതാപവാനായ റബ്ബ്, പരിശുദ്ധനായ റബ്ബ്, രാജാധിരാജനായ റബ്ബ്. അല്ലാഹുവിന്റെ 4 പേരുകളാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. 4 പേരുകൾ. ഒന്നാമത്തേത് അൽ മലിക്, രാജാവ് എന്നർത്ഥം. രണ്ടാമത്തേത് അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ എന്നർത്ഥം. മൂന്നാമത്തേത് അൽ അസീസ്, പ്രതാപവാൻ എന്നർത്ഥം, പ്രതാപവാൻ. നാലാമത്തേത് അൽ ഹകീം, ബുദ്ധിയുള്ളവൻ എന്നർത്ഥം, തന്റേടമുള്ളവൻ എന്നർത്ഥം. അത് ഒന്നാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു ആശയമാണ്. എന്നാൽ രണ്ടാമത്തെ ആയത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ
الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين هو الذي بعث في الأميين നിരക്ഷരരായ അക്ഷരം തിരിയാത്ത വായിക്കാൻ അറിയാത്ത സമൂഹത്തിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അയച്ചവനാണ് റബ്ബ്. ഒരു പ്രവാചകനെ അയച്ചവനാണ് റബ്ബ്. ഉമ്മ എന്ന പദത്തിന്റെ അറബിയിലുള്ള അർത്ഥം എന്നാൽ നിരക്ഷരൻ എന്നാണ് ഉമ്മി എന്നതിന്റെ അർത്ഥം. എന്തേ അങ്ങനെ കൊടുത്തത്? ഉമ്മയുടെ കയ്യിലുള്ള കൊച്ചുകുട്ടി, അയാൾക്ക് ആ കുട്ടിക്ക് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല, അതുകൊണ്ട് ഉമ്മയിലേക്ക് ചേർത്ത് ഉമ്മി, നിരക്ഷരൻ എന്നൊരു മീനിങ് അറബിയിൽ വരികയാണ്. അറബിയിലുള്ള പദങ്ങളും ഖുർആനിൽ വരുന്ന പദങ്ങളൊക്കെ അത്ഭുതങ്ങളാണ്. അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു അവരിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇനി പ്രവാചകന്റെ വിശേഷണം പറയുന്നു. അല്ലാഹുവിന്റെ 4 നാമങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, ഓർമ്മയുണ്ടല്ലോ? അല്ലാഹുവിന്റെ 4 പേര് നമ്മൾ ആദ്യം പറഞ്ഞു. ഒന്ന് അൽ മലിക്, രാജാതിരാജൻ, അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ, അൽ അസീസ്, പ്രതാപവാൻ, അൽ ഹകീം, തന്റെ ഇടമുള്ളവൻ. 4 നാമം. ഇനി ഹബീബിനെ കുറിച്ച് 4 വിശേഷണം പറയാം. ഒന്നാമത്തെ വിശേഷണം വല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം യത്ലൂ അലൈഹിം ആയാതിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിശേഷണം, രാജാതിരാജനായ റബ്ബിന്റെ വിശേഷണങ്ങൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കലാണ്. ഒരു രാജാവ്, ഒരു മിനിസ്റ്ററുടെ വീട് എന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവിടെ പാറാവുകാരുണ്ടാവും, കൊട്ടാര സമാനമായ ബിൽഡിംഗ് ഉണ്ടാവും, പോലീസുകാരുണ്ടാകും, അതേപോലെ പട്ടാളക്കാരുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു രാജാവിന്റെ കൊട്ടാരം എന്ന് തിരിയണമെങ്കിൽ അവരുടെ അടയാളമുണ്ടല്ലോ. ആ രാജാതിരാജനായ പടച്ച റബ്ബിന്റെ അടയാളം പറഞ്ഞു കൊടുക്കലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഡ്യൂട്ടി. യത്ലൂ അലൈഹിം ആയാതി. അല്ലാഹുവിന്റെ ഒന്നാമത്തെ പേര് അൽ മലിക്. നോക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാമത്തെ പേര് അൽ മലിക്. ആ മലിക് എന്ന പദത്തിനെ അല്ലാഹുവിടെ വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോൾ ഈ മലിക് എന്ന ആ ഒരു പദത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു പറഞ്ഞേക്കുന്നത്. യത്ലൂ അലൈഹിം ആയാതി. അല്ലാഹുവിന്റെ രാജാതിരാജനായ റബ്ബിന്റെ അടയാളങ്ങളെ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സമൂഹത്തിന് പഠിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള പ്രവാചകനെ ഞാൻ അയച്ചത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ രണ്ടാമത്തെ പേര് അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ അൽ ഖുദ്ദൂസ്. എന്നാൽ ഹബീബിന്റെ രണ്ടാമത്തെ വിശദീകരണം എന്താണ്? വയുസക്കീഹിം, പരിശുദ്ധനാക്കുന്നവനാണ്. വയുസക്കീഹിം, അല്ലാഹുവിന്റെ രണ്ടാമത്തെ നാമം അൽ ഖുദ്ദൂസ്, പരിശുദ്ധൻ. ഹബീബിനെ കുറിച്ച് പറയുന്നത് വയുസക്കീഹിം, ആളുകളെ പരിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ മൂന്നാമത്തെ പേര് അൽ അസീസ്, പ്രതാപവാനാണ്. എങ്ങനെയാണ് ഒരാൾ ഇസ്സത്തുള്ളവനാവുന്നത്? ഒരാൾക്ക് എങ്ങനെയാണ് പ്രതാപവും സ്റ്റാറ്റസും ലഭിക്കുന്നത്? എങ്ങനെയാണ്? അതാണ് അടുത്തത് പറയുന്നത്. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരാൾ പഠിക്കുമ്പോഴാണ് ഉന്നതനാവുന്നത്, പഠിക്കുമ്പോഴാണ് ഒരാൾ ഉന്നതനാവുന്നത്. ഒരാൾ പ്രതാപവാനാവുന്നത് അയാൾ ഒരു ആലിമാകുമ്പോഴാണ്. സമൂഹത്തിൽ ഏറ്റവും വിലയുള്ള ആളുകൾ ആരാണ്? ഉഖ്റവിയായ പണ്ഡിതന്മാരല്ല, പണ്ഡിതന്മാരല്ല, അല്ലാഹുവിനെ പേടിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാർ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ആഖിറത്തിനെ ഭയന്ന് ജീവിക്കുന്ന പണ്ഡിതന്മാർ. അവരാണ് ഭൂമിയിലെ ഏറ്റവും നല്ലവര്. ലോകത്തേറ്റവും നല്ലവരും ലോകത്തേറ്റവും മോശവരും പണ്ഡിതന്മാർ തന്നെ. ലോകത്തേറ്റവും നല്ലവര് പണ്ഡിതന്മാർ, ലോകത്തേറ്റവും മോശപ്പെട്ടവരും പണ്ഡിതന്മാർ തന്നെ. എങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് ഏറ്റവും നല്ലവരാകുന്നത്? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. എന്നാൽ ഏറ്റവും മോശപ്പെട്ട ആളായാണ് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതന്മാരാണെങ്കിൽ അവരാണ് ഏറ്റവും മോശക്കാരെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് സ്റ്റാറ്റസ് ലഭിക്കുന്നത്, ഡിഗ്നിറ്റി ലഭിക്കുന്നത്, അന്തസ്സ് ലഭിക്കുന്നത്, പ്രതാപം ലഭിക്കുന്നത് അയാൾ ഇൽമ് പഠിക്കുമ്പോഴാണ്, അയാൾ വിജ്ഞാനമുള്ള ആലിമാകുമ്പോഴാണ്. അതാണ് പ്രവാചകന്റെ മൂന്നാമത്തെ വിശേഷണം. വയുഅല്ലിമുഹുൽ കിതാബ്.
സമൂഹത്തിന് ഇൽമ് പഠിപ്പിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്നു എന്നതാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മൂന്നാമത്തെ വിശേഷണം. നേരത്തെ പറഞ്ഞ അല്ലാഹുവിന്റെ നാലാമത്തെ നാമമേതാ? നാലാമത്തെ പേരേതാണ്? അൽ ഹകീം. തന്റെ ഇടമുള്ളവനാണല്ലോ റബ്ബ്. എന്നാൽ ഹബീബിന്റെ നാലാമത്തെ വിശേഷണം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. സമൂഹത്തിന് തന്റെ ഇടം പഠിപ്പിക്കുന്നവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒന്നാമത്തെ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഒരു ആശയം ജനിപ്പിക്കുകയും രണ്ടാമത്തെ ആയത്തിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആയത്ത് ജനിപ്പിക്കുകയും ചെയ്യുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഡ്യൂട്ടി, അല്ലാഹുവിന്റെ ഹബീബിന് സമൂഹത്തിന് ചെയ്യാനുള്ള ആ ഒരു മിഷൻ 4 കാര്യമായിരുന്നു. ഒന്ന്, സമൂഹത്തിന് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. രണ്ടാമത്തേത്, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ അവർക്ക് തസ്കിയത്തുള്ളവരാക്കി അവരെ മാറ്റുക. നാലാമത്തേത്, നല്ല തന്റെ ഇടമുള്ളവരാക്കി മാറ്റുക. ഇതാണ് ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു വയഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഒന്ന് സഹോദരങ്ങളെ, കള്ള് കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസിയായി നടന്ന ആളുകൾ, അവരെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കി വിടാൻ പാടില്ല. അവർ മോശപ്പെട്ട ആളുകളാണ്, അവരൊരിക്കലും നന്നാവില്ല. പോത്തിന്റെ ചെവിയിൽ വേദമോദിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മക്കളിങ്ങനെ ഒരുപാട് മാതാപിതാക്കൾ ഉപദേശിച്ചു, എന്നിട്ട് എന്റെ മക്കൾ നന്നാവില്ല എന്ന പ്രതീക്ഷ, നന്നാവുമെന്ന പ്രതീക്ഷ കൈവിടിഞ്ഞു, ഇനി ഞാൻ ഉപദേശിക്കുന്നില്ല, അവൻ നന്നാവൂല എന്ന് ഒരാളും പറയാൻ പാടില്ല. അങ്ങനെ അവരെ നെവർ മൈൻഡ് ചെയ്യാനും പാടില്ല. എന്റെ അവര് വ്യക്തമായ വഴികേടിലാണ്, ഒരിക്കലും നന്നാവില്ല എന്ന് ആളുകൾ ലോകം തന്നെ മുദ്ര കുത്തിയിരുന്നവരായിരുന്നുവല്ലോ പക്കാ മുശ്രിക്കീങ്ങളായ ആളുകൾ. അജ്ഞതയുടെ യുഗം, വിവരമില്ലാത്ത സമൂഹം, വിവരമില്ലാത്തവർ, ഡാർക്ക് ഏജ് എന്നൊക്കെ സമൂഹം മുദ്ര കുത്തിയ ഈ കാട്ടാളന്മാരായ മക്കാ മുശ്രിക്കീങ്ങളിൽ വരെ ഖുർആൻ കൊണ്ട് മാറ്റം വന്നുവെങ്കിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ബുദ്ധിയുള്ള സമൂഹത്തിന് മാറ്റം വരില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആയത്തുകളുമായി കടന്നു വന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഇത് മുഹമ്മദിന്റെ വാക്കല്ല, ഇത് ആരോ പഠിപ്പിച്ചു കൊടുത്തതാണ്, ആരോ പറയാൻ പറഞ്ഞതാണ്. എന്നിട്ട് അവർ കേട്ട് നോക്കുമ്പോഴേക്കും അവർക്കതിൽ ആകൃഷ്ടരായി. അങ്ങനെ അവർ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നുവെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഓരോ ആളുകളുടെയും ദൗത്യം ഈ പരിശുദ്ധമായ ഖുർആൻ സമൂഹത്തിന് മുഴുവനും എത്തിച്ചു കൊടുക്കലാണ്. എന്താണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ? ഇത് സമൂഹത്തിന്റെ വഴികാട്ടിയാണ്, ലോകത്തിന്റെ വഴികാട്ടിയാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആനിൽ പറയുന്നുണ്ട്, വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ ലഹരി ബാധിച്ചു, മത്ത് പിടിച്ചിരിക്കെ, കള്ളു കുടിച്ചു, ഡ്രഗ് അഡിക്റ്റായി, മയക്കുമരുന്ന് ഉപയോഗിച്ചു നിസ്കരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോവുകയോ നിസ്കരിക്കുകയോ ചെയ്യരുത് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാതെ നിങ്ങൾ നിസ്കരിക്കാൻ പോകാൻ പാടില്ല. സഹോദരന്മാരെ ശ്രദ്ധിക്കുന്നുണ്ടോ? സഹോദരിമാരെ, ഈ വിഷയം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. വലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ. നിങ്ങൾ മത്ത് പിടിച്ചിരിക്കെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയുന്ന അവസ്ഥയിലേ നിസ്കരിക്കാൻ പാടുള്ളൂ. ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാഹ്, നമ്മളൊന്നും കള്ളു കുടിക്കാത്ത ആളുകളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ആളുകളാണ്. പക്ഷേ നമ്മുടെ അടുത്ത വിശേഷണം നിങ്ങൾ എന്താണ് പറയുന്നത് എന്നറിയുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാൻ പോവില്ല എന്ന് പറയുമ്പോ നമ്മൾക്ക് അറിയുന്നുണ്ടോ നമ്മൾ എന്താണ് പാരായണം ചെയ്യുന്നതെന്ന്? നമ്മൾക്ക് അറിയുന്നുണ്ടോ? ചോദിക്കാണ്. മഴയുടെ സൗണ്ടില് ഇങ്ങനെ മുഴുകിയ കവികളായ ആളുകൾക്കൊക്കെ കവിതകളൊക്കെ ജനിക്കുന്ന സമയമാണ്, മഴ വരുന്ന സമയം.
ജനലിന്റെ പാളിയിൽ എത്തി നോക്കി മനോഹരമായ കവിതകൾ എഴുതുന്ന കവികളൊക്കെ ഉണ്ട്. ഏതായാലും അല്ലാഹുവിന്റെ റഹ്മത്താണ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്നാണ്. മഴയുടെ സമയം ഒരാൾ ദുആ ചെയ്താൽ ആ ദുആഇന് ഇജാബത്തുണ്ടെന്നാണ്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്കൊക്കെ മാപ്പ് നൽകുമാറാവട്ടെ. ഇനിയുള്ള കാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലാ തഖറബു സ്വലാത്ത വഅൻതും സുകാറ, നിങ്ങൾ മത്ത് ബാധിച്ചു, നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകരുത്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുന്നത് വരെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരും കള്ളു കുടിക്കാറില്ല, പക്ഷേ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്കറിയാറുണ്ടോ?